ഹായ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചേച്ചി, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാ, തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് വീഡിയോ ഇടണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം വിഷ്ണു പറഞ്ഞു തരുന്നതായിരിക്കുമേ. എല്ലാവർക്കും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ പുതിയൊരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള ഡൗട്ട്. നമ്മൾ ഒരിക്കലും പുതിയൊരു അക്കൗണ്ട് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കാണാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മെയിൽ ഐ ഡി വെച്ചായിരിക്കും. ആ മെയിൽ ഐ ഡി വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേരിലൊരു യൂട്യൂബ് ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ആവുകയാണ്. അത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ സ്വിച്ച് അക്കൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് മാത്രം ചെയ്യേണ്ടത്. എഡിറ്റിന് അവിടെ നെയിം എന്താണ് നമ്മൾ കൊടുക്കാനുള്ളത്, ഒരു വെറൈറ്റി ആയിട്ട് നെയിം മാത്രം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പിടിക്കുന്ന വീഡിയോസ്, നമ്മൾ എന്താണോ പിടിക്കുന്നത് ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷോർട്സ് ആണെങ്കിൽ ഷോർട്സും, ലോങ് വീഡിയോസ് ആണെങ്കിൽ വീഡിയോസും ക്ലിക്ക് ചെയ്ത് ഇപ്പം ഒരു വീഡിയോ എടുക്കുക, ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. യൂട്യൂബ് മാത്രം തുടങ്ങിക്കൊണ്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ ആയെന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ആപ്പാണ് യൂട്യൂബിൻ്റെ ഈ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ ആപ്പ്. ഈ ആപ്പിനകത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അതിൻ്റെ റിലേറ്റഡ് ആയ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഈ ആപ്പാണ്. ഈ ആപ്പ് ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മൾ ഏത് അക്കൗണ്ടാണ് യൂട്യൂബിന് ഉപയോഗിക്കാൻ എടുത്തത് ആ സെയിം അക്കൗണ്ട് വെച്ച് ഇവിടെ ലോഗിൻ ചെയ്യുക. ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്ത ശേഷം ഇതാണ് നമ്മുടെ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ്. ഈ ആപ്പിനകത്താണ് യൂട്യൂബിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം, നമുക്ക് എത്ര വ്യൂസ് കിട്ടുന്നതും, വാച്ച് അവർ എത്രയായെന്നും, പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ എത്രയായെന്നും എല്ലാം ഇതിനകത്താണ് നമുക്ക് കാണാൻ പറ്റുക. യൂട്യൂബ് ജസ്റ്റ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്താണ് ബാക്കി കൺട്രോൾസും കാര്യങ്ങളെല്ലാം യൂട്യൂബിൻ്റെ വരുന്നത്. അതുപോലെ ഏണിങ്സും നമ്മുടെ ടോട്ടൽ കമൻറ്റ് വരുന്നതും എല്ലാം നമ്മുടെ അനലിറ്റിക്സും എല്ലാം ഇതിനകത്താണ് നമുക്ക് അറിയാൻ പറ്റുക കേട്ടോ. കുറേ ആളുകൾക്കുള്ള ഡൗട്ടാണ് അക്കൗണ്ട് എങ്ങനെ മോണിറ്റൈസ് ചെയ്യും, അതുപോലെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പൈസ കിട്ടും എന്നൊക്കെയുള്ള ഡൗട്ട്. അതിനെന്താണെന്ന് വെച്ചാൽ മിനിമം വേണ്ടത് 500 സബ്സ്ക്രൈബേഴ്സും, അതുപോലെ 3 മാസത്തിനുള്ളിൽ 3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പിന്നീട് ഒരു കാര്യം വേണ്ടത്, ലോങ് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ അതിന് 3000 വാച്ച് അവേഴ്സും, അതുപോലെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ 3 മില്യൺ വാച്ച് അവേഴ്സും ഷോർട്ട് വീഡിയോസും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വാച്ചിങ് അവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അതിനകത്ത് നമുക്കിവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ബ്ലൂ കളർ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ നമ്മൾ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് ആഡ്സെൻസിൽ നിന്ന് ഒരു കൊറിയർ വരുന്നതായിരിക്കും. ആ ആഡ്സെൻസിൽ നിന്ന് കൊറിയർ വന്ന ശേഷം ഇതാണ് ആഡ്സെൻസിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആഡ്സെൻസിൽ നിന്ന് ഒരു കൊറിയർ വീട്ടിൽ വരും. ആ കൊറിയറിനകത്ത് നമുക്ക് 4 ഡിജിറ്റ് പിൻ ഉണ്ടാകും. ആ പിൻ നമ്പറോട് നമ്മുടെ ആഡ്സെൻസിൽ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് അപ്പോഴായിരിക്കും ആക്റ്റീവ് ആകുക. അതിനുശേഷം 1 മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് ആദ്യം പേയ്മെൻറ്റ് നമ്മൾ കിട്ടുന്നത്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ 2-ാം തീയതി തൊട്ട് 5-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ഡോളർ കട്ടായി പോയ ശേഷം 21-നും അതേ മാസം തന്നെ 21-നും 26-നും ഇടയ്ക്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിരിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ യൂട്യൂബിൻ്റെ ആഡ്സെൻസിൻ്റെയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. വേറെ ഒന്നും ഇല്ല, ഇത്രയല്ലേ ഉള്ളൂ. അല്ല എടാ കൊച്ചെ, എല്ലാവരുടെയും ഒരു സംശയമുണ്ട്, എത്ര ഡോളർ ആകുമ്പോഴാണ് നമുക്ക് അക്കൗണ്ടിൽ കാശ് കയറുന്നതെന്നുള്ളത്. അത് മിനിമം എന്ന് പറഞ്ഞാൽ ഒരു $100 ആയാലേ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ. അതിപ്പോൾ ഒരു മാസം ഒരു $10 ആണെങ്കിൽ അടുത്ത മാസം 20 ആണെങ്കിലും അത് കൂട്ടി എന്നാണോ $100 കംപ്ലീറ്റ് ആകുന്നത്, എന്നാൽ $100 എന്നാണ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ മാത്രം നമുക്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഇത് പിന്നെ വേറൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഇപ്പൊ ലോങ് വീഡിയോ എടുക്കും, ഷോർട്ട് വീഡിയോ എടുക്കും. അപ്പൊ അന്നേരം പല ഘട്ടങ്ങളായിട്ടല്ല ഇങ്ങനെ കട്ട് ചെയ്തല്ലേ എടുക്കുന്നത്. അതെങ്ങനെയാണ് ഇത് ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് ഒന്നിച്ച് വീഡിയോ ഇടുന്നതെന്നും കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ, ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം ഒരു 1 മിനിറ്റ് താഴത്തുള്ള വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 3 മിനിറ്റ് മേളിലോട്ടെങ്കിലും മിനിമം ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ക്ലിപ്പ് പലതാണെങ്കിൽ നമുക്ക് ഒന്നിപ്പിക്കാനായിട്ട് പല ആപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ മിനിമം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് VN എന്ന് പറയുന്ന ആപ്പാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എല്ലാവർക്കും വീഡിയോ ഫുൾ ഒറ്റ ലെങ്തുള്ള വീഡിയോ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഒട്ടും താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോ. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ, ബൈ ബൈ, ഓക്കേ.